ഹായ്, വെൽക്കം ടു സ്റ്റഡി വിത്ത് സ്മൈൽ PSC. അങ്ങനെ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെയാണ് രണ്ട് ഇമ്പോർട്ടൻ്റ് എക്സാമാണ്. എന്നോട് പലരും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ടും പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും അല്ലാതെയും പരസ്പരം നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടാണെങ്കിലും എന്നോട് ചോദിക്കുന്ന രണ്ട് എക്സാമുകളാണ്. ഒന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി LGS എക്സാമാണ്. അതുപോലെ തന്നെ രണ്ടാമതൊരു എക്സാമാണ്. കുറച്ച് പേര് എക്സാം എഴുതിയിട്ടുള്ളൂ എങ്കിൽ പോലും അതിൽ വരുന്നത് ദേവസ്വം ബോർഡിൻ്റെ പാർട്ട് ടൈം തളി കഴകം വാച്ചർ എക്സാമാണ്. അപ്പോൾ ഈ രണ്ട് എക്സാമുകളുടെ ന്യൂ അപ്ഡേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ന്യൂ അപ്ഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള ന്യൂ അപ്ഡേഷൻസ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. 567 SCRT ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ നമ്മൾ കണ്ടിന്യൂ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി LGSൻ്റെ ഇപ്പോൾ നിലവിൽ വന്ന ന്യൂ അപ്ഡേഷൻസ് എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നോക്കാം. അപ്പോൾ യൂണിവേഴ്സിറ്റി LGS എക്സാമിൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്ന കമൻറ്റുകളിൽ ഒന്നാണ്, ഒരുപാട് കമൻറ്റുകളുണ്ട്, കട്ട് ഓഫ്, സാധ്യത, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ഞാൻ കണ്ടതാണ് ലിസ്റ്റ് എന്ന് വരും എന്നുള്ളത്. അത് എന്തുകൊണ്ട് ആ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചു എന്നുള്ളത് ഈ ഒരു പത്രവാർത്തയാണ്. യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിൻ്റെ സാധ്യതാ പട്ടിക എന്ന് പറയുന്ന ഒരു വാർത്ത. അതായത് യൂണിവേഴ്സിറ്റികളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് ഉൾപ്പെടെയുള്ള തസ്തികകളിലെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ PSC യോഗം തീരുമാനിച്ചു. അപ്പോൾ ഈ വാർത്ത കണ്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്കൊരു ധൃതിയായി, അയ്യോ ഇത് പെട്ടെന്നങ്ങാണ് ഇനി വരുമോ, ഇനി ഉടനെ അങ്ങാണ്, നാളെയോ മറ്റന്നാളോ ഒക്കെ ഉണ്ടാവുമോ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. നമുക്കിതൊക്കെ ഒരു നോർമൽ പ്രോസസ്സ് വഴി മാത്രമേ നടക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് ഇവർ അടുത്ത ആഴ്ചയൊന്നും ഇതൊന്നും പബ്ലിഷ് ചെയ്യാൻ പോകുന്നില്ല. ഇവർ നോർമലി ഒരു യോഗം കൂടിയപ്പോൾ, ഒരു മീറ്റിംഗ് കൂടിയപ്പോൾ അതിനോട് ഈ ഒരു എക്സാം കഴിഞ്ഞതുകൊണ്ട് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കോമൺ ആയിട്ടൊന്ന് ചിന്തിച്ചാൽ തന്നെ അറിയാം. നമുക്ക് ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് വന്ന പ്രൊവിഷണൽ ആൻസർ കീയിൽ തന്നെ നമുക്ക് 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് ചലഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിൽ ആൻസർ ഇല്ലാത്തതുണ്ട്, ചലഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസിൻ്റെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അതൊരുമാതിരിപ്പെട്ട എല്ലാവരും ചലഞ്ച് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം ഫൈനൽ ആൻസർ കീ വരണം. അതിനുശേഷം മാത്രമാണ് എന്ത് വാല്യുവേഷൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത്. നിങ്ങൾ റിപ്പോർട്ട് പ്രകാരം 48,513 പേര് പരീക്ഷ എഴുതിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു 48,000 പേരുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. പെട്ടെന്ന് PSCക്ക് വേണമെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യാം. പക്ഷേ PSC അതിൻ്റേതായ നോർമൽ പ്രോസസ്സ് വഴിയാണ്. കാരണം ഇത്ര നമ്മുടെ ഒരു സാഹചര്യം, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് പെട്ടെന്നൊന്നും അങ്ങനെ ലിസ്റ്റ് വന്ന് പെട്ടെന്നൊന്നും, കാരണം നമ്മുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 48,513 പേര് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു ആപ്ലിക്കേഷൻസാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വാല്യുവേഷൻ നടത്തി വരാൻ അതിൻ്റേതായ ഒരു സമയമെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അമിതമായിട്ട് പെട്ടെന്നുണ്ടാവുമോ, ലിസ്റ്റ് എന്ന് വരും എന്നുള്ള ടെൻഷൻ, ഒരു 6 മാസം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് വന്ന് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ കമൻറ്റ് കണ്ടിരിക്കുന്നത് എന്താണ്, കട്ട് ഓഫിൻ്റെ സാധ്യത. ഞാൻ പറയട്ടെ, 1 മാർക്ക് വാങ്ങിയവനും സാധ്യതയുണ്ടാവും അല്ലേ, എനിക്കും സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ട്. 99 മാർക്ക് വാങ്ങിയവനും അതുപോലെ തന്നെ ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിയവരൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്നെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ലിസ്റ്റ് ഉണ്ടാവണേ ഭഗവാനെ എന്ന് വിളിച്ചിട്ടായിരിക്കും, ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. ഷോർട്ട് ലിസ്റ്റ് വരുന്നതിൻ്റെ അന്ന് വരെ ഈ ഒരു ചോദ്യം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരാൾ പറഞ്ഞിട്ട് ആ ഒരു കട്ട് ഓഫ് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം, നമ്മൾ എഴുതിയ മാർക്കിനുള്ളിലാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷം, ഒരു കോൺഫിഡൻറ്റ്, ഒരു പ്രതീക്ഷ എന്നുള്ളതാണ്. അപ്പം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് കുട്ടികളെ വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അധ്യാപകർ പറഞ്ഞ കട്ട് ഓഫാണ് നിങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചത്. അപ്പം അതിലും നമ്മൾ പ്രഡിക്ഷനാണ്, സാധ്യതകളാണ് അവരും പറയുന്നത്. PSCയിലാണ് അന്തിമ തീരുമാനം. ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്ത് ഞാൻ പറഞ്ഞു, നോട്ടിഫിക്കേഷൻ ഒരു വേക്കൻസിയും നിലവിൽ 34 വേക്കൻസിയും ഉള്ളിടത്ത് 676 പേരുടെ ലിസ്റ്റാണ് ഇട്ടത്. അന്ന് ഒരു പക്ഷേ ഈ ഒരു സാധ്യത പറഞ്ഞിരുന്നെങ്കിൽ ഒരു വേക്കൻസിക്ക് എന്തായാലും ഒരു 48 മാർക്കോളം എന്നാണ് കട്ട് ഓഫ് എന്ന് ആരും പറയില്ല. അപ്പം PSC സംബന്ധിച്ച് PSCയാണ് തീരുമാനമെടുക്കുന്നത് എത്ര പേരുടെ ലിസ്റ്റ് എങ്ങനെയാണ്. അപ്പോൾ അതിനെ എന്തിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് വേക്കൻസിയിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വേക്കൻസികളുടെ എണ്ണം കണക്കിലെടുത്ത്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാമുകളുടെ എണ്ണം കണക്കിലെടുത്ത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി LGS എക്സാമിന് പുറകിൽ തന്നെ നമ്മുടെ വേരിയസ് LGS, LDC ഒക്കെ വരും. അപ്പോൾ ഇതിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കുമല്ലോ കോമൺ ആയിട്ടും അതിലുണ്ടാവുക. അപ്പം ഇവരതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഇതിടുന്നത്. അപ്പം അതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് പറയുന്നത് വേക്കൻസി ആണ്. ഇതിൽ തന്നെ ഒഴിവ് 1000-ലേറെ ആണ് ഉള്ളതെന്നും, പക്ഷേ റിപ്പോർട്ട് ചെയ്ത് വെറും 207 ഒഴിവുകൾ മാത്രമാണ്. നമ്മളിതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിടം തൊട്ട് കേട്ട് നമ്മൾ തന്നെ കാണാതെ പഠിച്ചു വെച്ചിരിക്കുകയാണ് 1000-ലേറെ ഒഴിവുണ്ടെന്ന്. പക്ഷേ എന്തുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല?
ഈ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ഞാൻ സാധാരണ ഈ ഷോർട്സ് വീഡിയോ ഒന്നും അങ്ങനെ അധികം ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ഫസ്റ്റ് കാണുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങൾ CPO റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ട് ജോലി ലഭിക്കാതെ അവർ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റ് ഈ പറഞ്ഞ കണക്ക് പ്രിലിംസും മെയിൻസും ഒക്കെ പാസ്സായിട്ട് ലിസ്റ്റ് ചുരുക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ലിസ്റ്റ് ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടുകൊണ്ട് ജോലിയില്ലാത്ത അവസ്ഥ ഇല്ലേ. ഈ ലാസ്റ്റ് ഇനി ഒന്നും ചെയ്യാനില്ലാതെ ഈ ഒരു മാസം മാത്രം ഏകദേശം ഇനി 50 ദിവസമുള്ളൂ. ഈ 50 ദിവസത്തിനുള്ളിൽ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് വിചാരിച്ച സെക്രട്ടേറിയറ്റുള്ള നമ്മുടെ സഹോദരങ്ങളെ കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവരുടെ അവസ്ഥ ഇനി ഒരാൾക്കും വരാതിരിക്കട്ടെ. ഒരു പക്ഷേ നമ്മളിപ്പോൾ പ്രവർത്തിച്ചില്ല എങ്കിൽ നമ്മൾക്കും നാളെ ഈ ഒരു അവസ്ഥ വരാം. കാരണം 1000-ലേറെ ഒഴിവുണ്ട് എന്ന് നമ്മൾ തുടക്കം തൊട്ടേ കേൾക്കുകയാണ്. അപ്പോൾ ഈ ഒഴിവുകളുണ്ടോ അല്ലെങ്കിൽ ഈ ഒഴിവുകൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളും ഒരു പക്ഷേ ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ എത്താതിരിക്കാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ വേക്കൻസികളൊക്കെ അതിൻ്റെ യഥാസമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് എങ്ങനെയെന്ന് ഒരു 1-2 കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. ഇതിൻ്റെ എങ്ങനെയാണ് വേക്കൻസി കണ്ടുപിടിക്കുക അല്ലെങ്കിൽ വേക്കൻസി. അപ്പം ഞാനങ്ങനെ ടെലിഗ്രാം ചാനലിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒരു 6000 മെമ്പേഴ്സ് 6000+ മെമ്പേഴ്സുള്ള സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എനിക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതിൽ എല്ലാം അപ്ഡേഷൻസും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ അപ്ഡേഷൻസ് നടക്കുന്ന ഒരു നല്ലൊരു അഡ്മിൻസ് പാനൽ അല്ലെങ്കിൽ അഡ്മിൻസ് ടീം അതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേഷൻസ് ഇപ്പോൾ നിലവിൽ അവരുടെ കേസുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ അവർ RTA ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫീൽഡ് വർക്കും മറ്റു കാര്യങ്ങളും ലേക്കൊക്കെ കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരുമാതിരിപ്പെട്ട സംശയങ്ങൾക്കെല്ലാം മറുപടി, കാരണം അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. സംശയങ്ങൾക്കെല്ലാം മറുപടി എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പിൽ എക്സാം എഴുതിയവർ മാത്രം, ദയവ് ചെയ്ത് എക്സാം എഴുതിയവർ മാത്രം പോകുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. ദൈവത്തെ ഓർത്ത് അവിടെ ചെന്നിട്ട് കട്ട് ഓഫ് എത്ര വരും എന്നുള്ളൊരു കമൻറ്റ് ഒഴിവാക്കുക. അങ്ങനെ ഇടുന്നവരെ അവർ വാർണിംഗ് ചെയ്യുന്നുണ്ട്. കാരണം അവർ പറയുന്നുണ്ടല്ലോ ഒരുപാട് പേര്, ഞാനിപ്പോഴും പറയുന്നു സാധ്യതകൾ നമ്മൾ പറഞ്ഞു ഇല്ല, എക്സ്പീരിയൻസ് ഉള്ളവരുടെ സാധ്യതകൾ പറഞ്ഞെടുത്തിട്ട് വീണ്ടും നമ്മളവിടെ പോയിട്ട് കട്ട് ഓഫ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. കാരണം 6000+ മെമ്പേഴ്സ് ഉള്ളൊരു ഗ്രൂപ്പിൽ എല്ലാവർക്കും ഇങ്ങനെ റിപ്ലൈ തന്നുകൊണ്ട് പോകുമ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു കമൻറ്റ് ഒഴിവാക്കും അല്ലെ എന്നൊരു പ്രതീക്ഷ എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ ഞാൻ വെക്കുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിരിക്കാം. താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിലേക്ക് പോവുക, ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അപ്ഡേഷൻ കിട്ടും. ഞാൻ നിങ്ങളാരെയും ഫോഴ്സ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. അപ്ഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും ആ ഒരു ഗ്രൂപ്പിനെ പറ്റി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം. അതുപോലെ തന്നെ ന്യൂ അപ്ഡേഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ എത്തിക്കുന്നതായിരിക്കും. വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതാണ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം. അപ്പം അതാണ് യൂണിവേഴ്സിറ്റി LGSനെ പറ്റി എനിക്ക് ഇപ്പോൾ ഇതിൽ പറയാനുള്ളത്. ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, അതെപ്പോഴായിരിക്കും എങ്ങനെയായിരിക്കും സാധ്യത, കട്ട് ഓഫിൻ്റെ പ്രഡിക്ഷൻ സാധ്യതകളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ OBC ആണ്, ഞാൻ SC ആണ്, ST ആണ്, ഞാൻ EWS ആണ്, അപ്പോൾ എങ്ങനെയായിരിക്കും സാധ്യതകൾ. ഇതിൻ്റെയൊക്കെ മാർക്ക് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു എന്താ പറയുക ഒരു മാർക്ക് കട്ട് ഓഫിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടുണ്ട്. ഇനി ഒരു 10 പേരെ സപ്ലിമെൻ്ററിലാക്കണം. ചിലപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ കട്ട് ഓഫ് മാർക്കിൻ്റെ വെറും 0.33 വ്യത്യാസത്തിൽ ഒരു 10 പേരുണ്ട് എന്നുണ്ടെങ്കിൽ ആ 10 പേരായിരിക്കും അതിൽ ഉൾപ്പെടുക. ചിലപ്പോൾ അതില്ല, ചിലപ്പോൾ ഒരു 5-6 മാർക്ക് വ്യത്യാസത്തിലാണ് 10 പേരുണ്ടെങ്കിൽ അവരതിൽ ഉൾപ്പെടാം. അതൊക്കെ കട്ട് ഓഫ് മാർക്ക് നമ്മുടെ എക്സാം മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക്. അല്ലാതെ മെയിൻ 55 മാർക്കാണ് മെയിൻസിൻ്റെ കട്ട് ഓഫ് വന്നല്ലേ, അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിലേക്ക് 55 മാർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ EWSൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 40 മതി എന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ എക്സാം എഴുതിയ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക കേട്ടോ. അപ്പോൾ അതിനൊന്നും കുറിച്ച് നിങ്ങൾ വറീഡ് ആവണ്ട. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എക്സാം കഴിഞ്ഞു ഈ ഒരു ചാനലിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ടെൻഷൻ ഇല്ലാണ്ടിരിക്കുക. നിങ്ങൾക്ക് അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ നല്ലതുപോലെ പഠിക്കുക. അടുത്ത് വരുന്ന ARES LGS LDCക്കൊക്കെ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക, നല്ലതുപോലെ പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കയറി കാണുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാണ് യൂണിവേഴ്സിറ്റി LGS എക്സാമിന് വേണ്ടി പറയാനുള്ളത്. ഇനി അടുത്ത വരുന്ന എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പനയിൽ കണ്ടതുപോലെ ദേവസ്വം ബോർഡിൻ്റെ പാർട്ട് ടൈം കഴകം കം വാച്ചർ തളി എക്സാമിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ അതാണ് ഇനി അങ്ങോട്ട് പറയാനുള്ളത്. അതിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ വർക്ക് കട്ട് ഓഫ് വർക്ക്, അതുപോലെ തന്നെ വേക്കൻസീസ് എന്ന് ലിസ്റ്റ് വരുമെന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സാം എഴുതാത്തവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കോളൂ. എന്നിട്ട് ഞാൻ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ പോയി ജോയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇനി ദേവസ്വം ബോർഡ് എക്സാം എഴുതിയവർ മാത്രം അങ്ങോട്ട് കണ്ടാൽ മതി. ഓക്കെ. അപ്പോൾ മകളെ ദേവസ്വം ബോർഡ് എക്സാം എഴുതിയവർ അറിയേണ്ടത്, ഈ പാർട്ട് ടൈം കഴകം കം വാച്ചർ എക്സാമിലേക്ക് ആകെ 3320 ആപ്ലിക്കേഷൻസാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പാർട്ട് ടൈം തളിയിൽ 3626 ആപ്ലിക്കേഷൻസാണ് ഉണ്ടായിരുന്നത്. ഇത് കോമൺ ആയിട്ട് വരെ എക്സാം എഴുതിയവരുടെ എണ്ണം ചോദിക്കുമ്പോൾ അത് തന്നിട്ടില്ല.
ഇത് നമ്മുടെ ഒരു സുഹൃത്ത് വഴി എനിക്ക് കിട്ടിയതാണ്. അപ്പം അതിൻ്റെ കോമൺ ആയിട്ട് ചോദിക്കുമ്പോൾ അവർ ആൻസർ തന്നില്ല. കാരണം ഒരു കോമൺ എക്സാം ആയതുകൊണ്ട് ഇതവർക്ക് എത്ര പേര് എഴുതി എന്നുള്ളതിൻ്റെ സെപ്പറേഷൻ അവർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം 3320, 3626 പേരുമാണ് എക്സാം എഴുതിയതിൽ. ഇതിൽ 119 വേക്കൻസി നോട്ടിഫിക്കേഷനിലും 135 വേക്കൻസിയാണ് പാർട്ട് ടൈം തളിയിലുള്ളത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 254 വേക്കൻസിയാണ് നിലവിലുള്ളത്. എക്സാം എഴുതി എത്ര പേര്, പക്ഷേ ഇത്രയും പേരെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു കാൽക്കുലേഷനിൽ എത്താൻ പറ്റില്ല. ഇതിൽ കോമൺ ആയിട്ടുള്ള കുറച്ചധികം പേരുണ്ട്, ഒരുപാടൊന്നും ഇല്ലെങ്കിലും. കാരണം ഈ പാർട്ട് ടൈം തളി എന്ന് പറയുന്നത് ലേഡീസിനും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഈ കഴകവും തളിയും അപ്ലൈ ചെയ്ത കോമൺ ആയിട്ടുള്ള കുറച്ചധികം ആൾക്കാരുണ്ട്. അപ്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എഴുതിയ ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യ ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ കോമൺ ആയിട്ട് കുറച്ച് അധികം പേര് എന്തുണ്ടാവും, അതിലധികം ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഡിലീഷൻ അല്ലെങ്കിൽ NJD ഒക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിയുന്നത്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് എന്നോട് ചോദിച്ച സംശയങ്ങൾ. എത്ര പേര് എഴുതി, എത്ര വേക്കൻസിയാണ് നിലവിലുള്ളത്. കാരണം ഇതിൽ അധികം അങ്ങനെ വേക്കൻസി ഇനി ഉണ്ടാകുമോ എന്നുള്ളത് ഇല്ല. കാരണം നമ്മുടെ സാങ്ഷനഡ് പോസ്റ്റിൽ വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 85-90% ഓൾറെഡി ഇവർ ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ വിളിച്ചിട്ടുണ്ട്. ഇനി അതിൽ ബാക്കിയുള്ളതിലേക്ക് എങ്ങനെയാണ്, അതായത് സ്ഥിരം ജീവനക്കാരാണോ, താൽക്കാലികമാണോ, അല്ലെങ്കിൽ നെക്സ്റ്റ് പെൻഷൻ ആവുന്ന റിട്ടയർമെൻ്റ് ഒക്കെ ഉണ്ടോ എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ RTA വരുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻസിനെ പറ്റി. പിന്നെ അടുത്ത എല്ലാവരും പോലെ എല്ലാ എക്സാമുകളും കഴിയുമ്പോൾ ഉള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലാണ് എന്താണ് നമ്മുടെ കട്ട് ഓഫിൻ്റെ. അപ്പോൾ അതിൽ നിന്നാണ് ചാനൽ വഴി ഒരു പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോളിലേക്ക് പോയിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ചാനലിൽ നമ്മൾ ഈ ദേവസ്വം ബോർഡിൻ്റെ കഴകം തളി പരീക്ഷയോടൊരു പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോള് ഇങ്ങനെയാണ്: 80-90 മുതലേക്ക് 25%, 24%, 23%ഒക്കെയാണ് ഈ 60 തുടങ്ങി 80 നിൽക്കുന്നത്. പക്ഷേ ഈ പോള് ബേസ് ചെയ്തുകൊണ്ട് ഒരു കട്ട് ഓഫിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് ദേവസ്വം ബോർഡ് എക്സാമിനെ സംബന്ധിച്ച് സാധ്യമല്ല. കാരണം ഇതിനു മുമ്പ് നടന്ന വാച്ചർ എക്സാമിന് ഈ ഒരു പോള് ബേസ് ചെയ്തിട്ടാണെങ്കിലും അല്ലാതെ നമ്മളൊരു 70+ ഒക്കെ കട്ട് ഓഫ് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ 50 വേക്കൻസിക്ക് നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് 400ഓളം പേരുടെ ലിസ്റ്റ് ഇട്ടുകയുണ്ടായി. ഈ 400-ഓളം ലിസ്റ്റ് എങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതറിഞ്ഞു വെച്ചുകൊണ്ട് അതറിയാത്തതുപോലെ പലരും നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കട്ട് ഓഫ് പറഞ്ഞത് തെറ്റിപ്പോയി, കട്ട് ഓഫ് 45 വന്നോളൂ എന്നൊക്കെ പറഞ്ഞ്. ആ പറഞ്ഞ മക്കൾക്കും അതറിയാവുന്നതായിരുന്നു. ആ മക്കൾക്കും അറിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അത് നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ പ്രവർത്തിക്കാൻ നല്ലൊരു അഡ്മിൻ പാനൽ ഉണ്ടായിരുന്നു. അവരോടൊപ്പം തന്നെ ആ ഗ്രൂപ്പിലെ എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, നമുക്ക് ഈ ഒരു ദേവസ്വം ബോർഡിൽ 50 വേക്കൻസിക്ക് അതിൻ്റെ 8 ഇരട്ടി 400 പേരുടെ ലിസ്റ്റിലേക്ക് ഇത് എത്തുന്നത്. അപ്പം ഈ ഒരു കഴകം തളി എക്സാമിന് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. ഒരുപക്ഷെ വാച്ചർ എക്സാമിനേക്കാൾ അല്ലെങ്കിൽ വാച്ചറിൻ്റെ ഗ്രൂപ്പിനേക്കാൾ അതിശക്തമായിട്ട് ഒരു അഡ്മിൻ പാനലുണ്ട്. അപ്പോൾ അവരുടെ വർക്ക് ഇപ്പോൾ നിലവിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിവേദനങ്ങൾ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബോർഡ് മെമ്പർമാരെയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്, ചെയർമാന്മാരെ കണ്ടിട്ടുണ്ട്. സോ നമുക്ക് നല്ലൊരു ശുഭ വാർത്തയും അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവായിട്ട് തന്നെ നമുക്കിരിക്കാനാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഉറപ്പൊക്കെ നൽകിയിരിക്കുന്നത്. സോ അതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് അറിയാനും, ഇത് ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് അറിയുന്നതിന് വേണ്ടിയിട്ടും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. എന്താണ്, എക്സാം എഴുതിയിട്ടുണ്ടോ നിങ്ങൾ സ്വയം ഒന്ന് ഉറപ്പിക്കുക. എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിലേക്ക് പോവുക. അത് വർക്കിംഗ് ഗ്രൂപ്പാണ്. അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയതിന് ശേഷം എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം അവിടെ നിന്നാണ് വെരിഫൈഡ് ഗ്രൂപ്പിലേക്ക് മാറ്റുക. അത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ട് വെറുതെ അവിടെ പോയിട്ട് കട്ട് ഓഫ് ചോദിക്കാനും നെഗറ്റീവ് അടിക്കാനുമാണെങ്കിൽ ഈ ഗ്രൂപ്പ് എന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റി LGSൻ്റെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ പോകണമെന്നില്ല. കട്ട് ഓഫ് ചോദിക്കാനും വെറുതെ നെഗറ്റീവ് പഠിപ്പിക്കാനും എക്സാം എഴുതാത്തവരാരും അങ്ങോട്ട് പോകണമെന്നില്ല. എക്സാം എഴുതിയവർ പോയാൽ തന്നെ വെരിഫൈഡ് ഗ്രൂപ്പിലേക്ക് പോകണമെങ്കിൽ ഹാൾ ടിക്കറ്റും മറ്റു കാര്യങ്ങളും കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാനും കഴിയുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടുതൽ കട്ട് ഓഫിൻ്റെ പ്രഡിക്ഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കട്ട് ഓഫിൻ്റെ പ്രഡിക്ഷനിലേക്ക് ഒരുപക്ഷെ നമുക്ക് ഈ ഒരു പോൾ വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് കൂടിയ കട്ട് ഓഫിലേക്കൊക്കെ പോകും. അതിൻ്റെ സാധ്യത ഞാൻ തള്ളിക്കളയുന്നു. കാരണം ഇതൊരു പാർട്ട് ടൈം ജോബാണ്. ഇതിൻ്റെ ആദ്യ റാങ്കുകളിലുള്ളവർ നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGSൻ്റെ എക്സാം എഴുതിയിട്ടുണ്ടാവും. ഇനി വരുന്ന LGS LD എക്സാമുകളിലൊക്കെ ആദ്യ റാങ്കുകൾ നേടാൻ പോലീസിൻ്റെ ലിസ്റ്റുള്ളവർ, കാരണം ഇതിൽ ഡിഗ്രി എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ അങ്ങനെ ഒരു ഇതൊന്നും വെച്ചിട്ടില്ലല്ലോ. എല്ലാ ക്വാളിഫിക്കേഷനുകളും 10ാം ക്ലാസ് മുതൽ എല്ലാ ക്വാളിഫിക്കേഷനുള്ളവർക്ക് എഴുതാവുന്നതുകൊണ്ട് പല എക്സാമുകളിലും പല റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവരായതുകൊണ്ടും ഇതിൽ ഒരു കോമൺ എക്സാം ആയതുകൊണ്ട് രണ്ടിലും കോമൺ ആയിട്ടുള്ള ആൾക്കാർ വരികയും കുറേ NJDയും ഡിലീഷനും വരികയൊക്കെ ചെയ്യുമെന്നുള്ള പ്രതുകൊണ്ടും ഇതൊരു വലിയ ലിസ്റ്റ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു പോസിറ്റീവാണ് ഗ്രൂപ്പ് അഡ്മിനിൽ നിന്നൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ളത് എക്സാം എഴുതിയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ഈ ഒരു പോളൊന്നും അത്ര വലിയ
കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. ഈ പോളിലൊക്കെ ചിലപ്പോൾ വെറുതെ പോയിട്ട് കുത്തുന്നവരൊക്കെ ഉണ്ട്. കുത്തുമ്പോൾ അവർ എന്ത് ചെയ്യും? കുറഞ്ഞതിലൊന്നും കുത്താറില്ല. കുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ തന്നെ കുത്തിയിട്ട് എക്സാം എഴുതിയവരൊന്ന് ടെൻഷൻ അടിക്കട്ടെ എന്നുള്ള വിചാരത്തിൽ കുത്തുന്നവരാണ് കൂടുതൽ. അപ്പോൾ അതിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അതിലൊന്നും നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ട്, നമ്മളെ മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മൾ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് മറ്റ് കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. എക്സാം എഴുതിയവർ മാത്രം ദൈവത്തെ ഓർത്ത് കട്ട് ഓഫ് ചോദിക്കില്ല എന്ന് ഉറപ്പുള്ളവർ മാത്രം അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളും അഡ്മിനോടൊപ്പം കട്ടയ്ക്ക് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അഡ്മിൻസ് നിങ്ങളോടൊപ്പം ഉണ്ടാവും, നിങ്ങളും ഈ ലിസ്റ്റ് ഉൾപ്പെടുകയും ചെയ്യും. അപ്പം അത് രണ്ടും ഇതായത് യൂണിവേഴ്സിറ്റി LGS എക്സാമും അതുപോലെ തന്നെ ഈ മെയിൻസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം ബോർഡ് എക്സാം, ഈ 2 എക്സാമുകളുടെ അപ്ഡേഷൻസും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ തന്നത്. അപ്പം നിങ്ങൾ ആ 2 ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യുക. അവരോട് അഡ്മിൻസിനോട് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിന്ന് കഴിഞ്ഞാൽ CPO എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമാണ്. ഞാൻ പറഞ്ഞില്ല, ഇന്ന് രാവിലെ ഞാൻ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഞാൻ കണ്ട ഒരു വീഡിയോ അതാണ്, എനിക്കൊരാൾ അയച്ചു തന്നിട്ട് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു ആ വീഡിയോ. അപ്പോൾ നാളെ നമുക്ക് ആർക്കും ആ ഒരു സ്ഥിതി വരാതിരിക്കട്ടെ എന്ന് പ്രത്യാശയുണ്ട്. നമ്മളിപ്പോഴേ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേടാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഇനി വരുന്ന LDC LGC ഇതിനൊക്കെ കുറച്ച് ബാക്കിലോട്ടാണ്, ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്ന LDC LGCനൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ചാനൽ കാണാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് കയറി കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏകദേശം ഒരു സംശയങ്ങളൊക്കെ മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ഓക്കെ, താങ്ക്